ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ചെറിയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇന്നലത്തെ എപ്പിസോഡിൽ ഫസ്റ്റ് തന്നെ ലാലേട്ടൻ ഈ ക്യാപ്റ്റൻസിയുടെ എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കലായിരുന്നു. ആദിലയുടെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ട് എന്നായിരുന്നു ആദ്യം ചോദിച്ചിരുന്നത്. ഐ തിങ്ക് അനീഷ് ചേട്ടനോടായിരുന്നു. അനീഷ് ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു അതായത് ചീത്തയായിട്ടുള്ള ഒരു ക്യാപ്റ്റനായിരുന്നു. നേരത്തെ എഴുന്നേൽക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ അത്ര നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാപ്റ്റൻ ആയിരുന്നില്ല. ഫസ്റ്റ് വന്ന ക്യാപ്റ്റൻസ് ആയിരുന്നു കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടായിരുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട് ആരായിരുന്നു. അപ്പോൾ അനീഷും ഷാനവാസും ഒക്കെ ആയിരുന്നു. അതൊക്കെ നല്ലതായിരുന്നു, പക്ഷേ പിന്നീട് അങ്ങോട്ട് വന്നതൊക്കെ മോശമായിരുന്നു എന്ന് അനീഷ് പറയുന്നു. പിന്നെ നെവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെവിൻ പറഞ്ഞത് 80% കൊള്ളത്തില്ല, ചീത്തയായിട്ടുള്ള ക്യാപ്റ്റൻസി ആയിരുന്നു. പിന്നെ ഷാനവാസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു ലാലേട്ട, കുറച്ചൊക്കെ ശരിയായി എന്നിങ്ങനെ ഷാനവാസും പറഞ്ഞു. ഓക്കെ, അങ്ങനായിരുന്നു ക്യാപ്റ്റൻസിനെ പറ്റി. പിന്നീട് എന്തിനാണ് കുക്കിംഗ് അറിയാത്ത ലക്ഷ്മീനെ പിടിച്ച് കിച്ചൻ്റെ ക്യാപ്റ്റനാക്കിയതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബിന്നി ആക്കാതിരിക്കാനുള്ളൊരു പൊളിറ്റിക്സ് ആയിരുന്നു എന്നൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു കോൺവെർസേഷൻ, അതായത് ആരൊക്കെ ആക്കണം എന്നുള്ളൊരു കോൺവെർസേഷൻ അനുമോളും ആദിലയും നൂറയുമാണ് എടുത്തിരുന്നത് ലൈവിൽ, ആരെ എവിടേക്ക് ഇടണം എന്നുള്ളത്. അപ്പം അതും ഷാനവാസിൻ്റെ തലയിലോട്ട് വന്നേനെ. പക്ഷേ ഈവൻ ലൈവിൽ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടും ബി അങ്ങോട്ടേക്ക് പോയില്ല, ഷാനവാസിൻ്റെ അടുത്തോട്ട് പോയിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം ആരോ പറഞ്ഞ് ചെയ്യിപ്പിച്ചതുപോലെ എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ സംസാരിച്ചത്. പിന്നീട് നടന്നത് ക്യാപ്റ്റൻസി ഡ്രസ്സിങ് റൂമിൻ്റെ കാര്യമാണ് പിന്നീട് വന്നത്. 3 പേരോട് ഒരുമിച്ച് ഡ്രസ്സിങ് റൂമിൽ പോകുന്നതിൻ്റെ കാര്യങ്ങളായിരുന്നു പിന്നെ പറഞ്ഞിരുന്നത്. സത്യം പറഞ്ഞാൽ സാറ്റർഡേ എപ്പിസോഡിൽ ഷാനവാസിനെ ഇട്ട് പൊരിക്കുമായിരുന്നെങ്കിലും സൺഡേ എപ്പിസോഡിൽ വളരെ സില്ലിയായിട്ട് കുറച്ച് കാര്യങ്ങൾ എടുത്താണ് ലാലേട്ടനത് പൊരിച്ചുകൊണ്ടിരുന്നത്. പാട്ടാ ഗേൾസിനെ എടുത്തിട്ട് പൊരിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സിങ് റൂമിൽ കയറുന്നതിൻ്റെ. ഓൾസോ ചെറിയ കാര്യങ്ങൾ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ആര്യൻ അക്ബർ ചെയ്ത കാര്യങ്ങൾക്കൊന്നും യാതൊരു റെസ്പോൺസും ലാലേട്ടൻ്റെ ഭാഗത്തുനിന്നില്ലായിരുന്നു. കാരണം തലേ ദിവസം, എനിക്ക് തോന്നുന്നു തേഴ്സ്ഡേ ഒക്കെ ആയിരുന്നപ്പം അക്ബർ അനുമോളുടെ കൈ പിടിച്ച് ഇങ്ങനെ വെക്കുന്നൊരു ഇതുണ്ടായിരുന്നു, ഒരു ഫിസിക്കൽ അസോൾട്ട് പോലത്തെ ഉണ്ടായിരുന്നു. അതൊന്നും ചോദിച്ചില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അതിനെപ്പറ്റി കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. സ്ക്രീൻ സ്പേസിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല. അക്ബർ അനുമോളിന് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്ന കാര്യങ്ങളോ ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ നടന്ന എവിക്ഷനായിരുന്നു. ബിന്നി എവിക്റ്റായി പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞ് കുറച്ച് ഇമോഷണലായിട്ടാണ് ബിന്നി പോയത്. അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും പുറത്തിറങ്ങുമ്പോൾ നമ്മളെല്ലാം ഒരു ഫാമിലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതേസമയം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ബിന്നിയോട്, ആർക്ക് ഒരു പ്രഡിക്ഷൻ പറയാൻ പറ്റുമോ, ആർക്കിത് വിന്നാകാൻ പറ്റും എന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഇനി 70 ദിവസം കഴിഞ്ഞിട്ടാണ് ഇനിയുള്ള ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ആരാന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഷാനവാസിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ഷാനവാസാകാം അനുമോളാകാമെന്നൊക്കെ. അതിന് ശേഷമാണ് നൈറ്റിലുള്ള കോൺവെർസേഷൻ. എപ്പിസോഡ് കഴിഞ്ഞ് നൈറ്റിലുള്ള കോൺവെർസേഷനിൽ ആദില, നൂറ, അനുമോൾ സീക്രട്ട് ടാസ്ക് കൊളവാക്കിയതിനെ പറ്റി ഭയങ്കര സംസാരം, ഭയങ്കര ചർച്ച. ആ ടൈമിൽ പറഞ്ഞില്ല, ലാലേട്ടൻ ഷാനവാസിനെ പൊരിച്ചതിന് ശേഷമാണ് ഈ പറയുന്നത്. ഇവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിയാസ് വന്നു പോയിട്ടുള്ള ആ ഒരു ഇതിലായിരുന്നപ്പോഴേ ഷാനവാസ് ഇവരുടെ കൂട്ട് നിർത്തണമായിരുന്നു. പക്ഷേ ഇവർ ഓരോന്നും കരഞ്ഞും കാലും പിടിച്ച് അങ്ങോട്ട് പോയി. ലൈവ് കണ്ടവർക്കറിയാം, അവർ അങ്ങോട്ട് പോയി സംസാരിച്ചാണ് ഇത് പ്രോബ്ലം സോൾവ് ആക്കിയത്. ഇപ്പോൾ അവരുടെ പറയുന്നത് ഇങ്ങോട്ട് വന്ന് സോൾവ് ആക്കിയെന്നാണ്. ഒരിക്കലുമല്ല, കാരണം ജനങ്ങൾ മണ്ടന്മാരല്ല, അവരങ്ങോട്ട് പോയാണ് ഇതെല്ലാം സോൾവ് ആക്കിയത്. എബൌട്ട് ഷാനവാസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നൈറ്റിൽ എന്തോ ചായ ഇട്ട് കുടിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിനുശേഷം അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അനുമോള് നെവിനെ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ മുഖം കാണുന്നത് തന്നെ അറപ്പാണ് എന്ന് നെവിനോട് പറയുന്നുണ്ട്. അപ്പം അത് ഏറ്റുപിടിച്ച അക്ബറും അനുമോളും ചെറിയൊരു ജഗട ആയിട്ടുണ്ട്. അപ്പോൾ അക്ബർ അവളെ പൊടി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇവൾ അങ്ങോട്ടും നീ പോടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പം ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതിനിപ്പം ഷാനവാസാണ് ഇതെല്ലാം ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പം വന്നേനെ, കുറേ ആർമിക്കാരും PR ടീംസും ഇപ്പം വന്നേനെ, ഇറങ്ങിയേനെ. അങ്ങനെ കണ്ടില്ലേ ലാലേട്ടൻ പറഞ്ഞിട്ട് പോയിട്ട് വാൺ ചെയ്ത് പോയിട്ട് വീടിൻ്റെ സ്വഭാവം മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വന്നേനെ. പക്ഷേ ഇതിനെപ്പറ്റി ഒന്നും ആരും എവിടെയും പറയുന്നില്ല. അക്ബറിന് എന്തുവാകാം,
അക്ബർ ബീബിയുടെ സ്വന്തം ആളായതുകൊണ്ട് അവൻ എന്തും ആകാം എന്നുള്ള രീതിയിലാണ്. പിന്നെ നൈറ്റിൽ ഒരു കോൺവെർസേഷൻ ബിറ്റ്വീൻ ഷാനവാസ്, ആദില ആൻഡ് നൂറ അബൌട്ട് ദറ്റ് മെയിൽ ഷോവനിസ്റ്റ്. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൽ ഷോവനിസ്റ്റിൻ്റെ കാര്യം എപ്പിസോഡിൽ നിന്ന് കട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് എന്തിൻ്റെ ബേസിസിലാണ് കട്ടാക്കിയെന്ന് അറിയത്തില്ല. പുറത്തേക്ക് ആദിലയ്ക്കും നൂറയ്ക്കും ഉള്ള സപ്പോർട്ട് കുറയുമെന്ന് വിചാരിച്ച് ബീബി പേടിച്ചിട്ട് ചിലപ്പോൾ മാറ്റിയതായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മെയിൽ ഷോവനിസ്റ്റിൻ്റെ കാര്യം സംസാരിച്ചു, ആദിലയും നൂറയും പറ്റി ചോദിക്കുകയും ചെയ്തു. ആ ടൈമിൽ അവർ ഷാനവാസിനെതിരെ ബാക്ക് സ്റ്റാബ് ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്.